ഹായ് മകളെ, ജെസി സാറാണ്. അപ്പോൾ മകളെ, നമ്മൾ 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. 7ാം ക്ലാസ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിനകത്ത് ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് 7ാം ക്ലാസ്. വെറുതെ പറയുന്നതല്ല. ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്ക്, 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയില്ലേ. കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. മകളെ, എങ്ങനെയുണ്ട് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്? നിങ്ങൾ നോക്കി ഓരോ കണ്ടന്റുകൾ നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ അല്ലേ. ഇനി രണ്ടാമതായിട്ട് 7ാം ക്ലാസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ USS എക്സാം നമ്മൾ എഴുതാൻ പോകുന്നത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിനകത്ത് USS എക്സാം എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഈ പറഞ്ഞ 5, 6, 7 ക്ലാസ്സുകളിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, USSനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. 7ാം ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ USSനകത്ത് കാണാറുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം 7ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നടത്തേണ്ടത് ആവശ്യമാണ്. ഇനി അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം മക്കളെ, നിങ്ങൾക്കറിയാം, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നത് 8ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചതുപോലെയല്ല, നമ്മളൊരു ഹൈസ്കൂൾ ക്ലാസ്സിലേക്കാണ്. ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, ഒരുപാട് കണ്ടന്റുകൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു ക്ലാസ്സാണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. 8ാം ക്ലാസ്സിൽ അത് മാത്രമാണോ? അല്ല, സോഷ്യൽ സയൻസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ 8ാം ക്ലാസ്സിൽ നമ്മളെ കാത്തിരിക്കുന്നത് NMMS എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സാമാണ് അല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നതാണ് NMMS എക്സാം. ഈ NMMS എക്സാം പെട്ടെന്ന് ഒരു 8ാം ക്ലാസ്സിൽ പോയി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധ്യമല്ല. അത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, പഠിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ട് ഒരു essay ഒക്കെ എഴുതാൻ പോകുന്നത് എപ്പോഴായിരിക്കും? 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് തുടക്കം കുറിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ബാച്ചാണ് അവഞ്ചേഴ്സ് ബാച്ച്. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവും. ഓരോ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോടൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച്. അപ്പോൾ മക്കളെല്ലാവരും തന്നെ, ട്യൂഷനൊക്കെ ചേരാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോ, നിങ്ങൾ അവഞ്ചേഴ്സിൻ്റെ ഭാഗമായി മാറിക്കോ. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം മക്കളെ. ബൈ.